ബൈഡന്റെയും ട്രംപിന്റെയും കാലയളവിലെ വൈറ്റ് ഹൌസ് ക്രിസ്മസ് അലങ്കാരങ്ങളെ താരതമ്യം ചെയ്യുന്ന വീഡിയോ വൈറലാകുകയാണ്. ക്ലൗൺ കഥാപാത്രങ്ങളെ ആവിഷ്കരിച്ചുകൊണ്ടുള്ള വെറുമൊരു ആർഭാട ആഘോഷത്തിലേക്ക് ഒതുക്കി യഥാർത്ഥ ക്രിസ്മസ് ചൈതന്യത്തെ തമസ്കരിക്കുന്ന ബൈഡൻ കാലത്തെ വീഡിയോ ദൃശ്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ വിശ്വാസി സമൂഹത്തെ വേദനിപ്പിക്കുന്നവയായിരുന്നു. തിരുക്കുടുംബത്തിനോ തിരുപ്പിറവി ദൃശ്യങ്ങൾക്കോ സ്ഥാനമില്ലാത്ത അലങ്കാരങ്ങളിൽ വിശ്വാസത്തിന് യാതൊരു പ്രാധാന്യവുമില്ലായിരുന്നു എന്നത് സുവ്യക്തമായിരുന്നു. അതേസമയം ക്രിസ്തുവിനെയും വിശ്വാസ മൂല്യങ്ങളെയും ഉയർത്തി തിരുപ്പിറവി ദൃശ്യങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് ഇക്കുറി വൈറ്റ് ഹൌസിൽ ക്രിസ്മസ് അലങ്കാരങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ പുണ്യകാലത്ത് 2000 വർഷങ്ങൾക്ക് മുൻപ് ദൈവപുത്രനും നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് നമ്മോടൊപ്പമായിരിക്കാൻ ഇറങ്ങി വന്ന ബെത്ലഹേമിൽ നടന്ന അത്ഭുതം എല്ലായിടത്തും ക്രിസ്ത്യാനികൾ ആഘോഷിക്കുന്നു എന്നായിരുന്നു നാഷണൽ ക്രിസ്മസ് ട്രീ ലൈറ്റിംഗിൽ ട്രംപിന്റെ വാക്കുകൾ. കൃപയും സത്യവും നിറഞ്ഞവനായി അവൻ ലോകത്തിലേക്ക് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ദാനവും ഓരോ വ്യക്തിക്കും ഓരോ ജനതയ്ക്കുമുള്ള രക്ഷയുടെ വാഗ്ദാനവും കൊണ്ടുവന്നു. യോഹന്നാന്റെ സുവിശേഷത്തിലെ വാക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്ന പോലെ അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. യേശുവിന്റെ ജനനത്തോടെ മനുഷ്യചരിത്രം രാത്രിയിൽ നിന്ന് പകലിലേക്ക് രൂപാന്തരപ്പെട്ടുവെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. അവിടുത്തെ വാക്കും മാതൃകയും നമ്മെ പരസ്പരം സ്നേഹിക്കാനും പരസ്പരം സേവിക്കാനും ഓരോരുത്തരും ദൈവത്തിന്റെ ഛായയിൽ പ്രത്യേകം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നുവെന്ന പവിത്രമായ സത്യത്തെ ആദരിക്കാനും ക്ഷണിക്കുന്നുവെന്നും ട്രംപ് അനുസ്മരിപ്പിച്ചു. ഈ ആഗമനകാലത്ത് ക്രൈസ്തവരായ നമ്മൾ ലോകകാര്യങ്ങളിൽ നിന്നകന്ന് നമ്മുടെ രക്ഷകന്റെ വരവിന്റെ പ്രത്യാശയിലേക്ക് നോക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നായിരുന്നു പെന്റഗണിലെ US സൈനികരുടെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് അമേരിക്കൻ വാർ സെക്രട്ടറി പീറ്റ് ഹെഗ്സെറ്റ് പറഞ്ഞത്. ക്രിസ്തുവിനെ കേന്ദ്രമാക്കിയുള്ള ക്രിസ്മസ് ആഘോഷങ്ങളുമായി ട്രംപ് ഭരണകൂടത്തിന്റെ നിലപാടുകൾ ശ്രദ്ധ നേടിയിരിക്കുകയാണ്.